നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാവിത്രി, നിക്ക് അവരും കൂടി വരട്ടെ. ഞാൻ നന്ദിനി എടുത്തി പിടിച്ചിവിടെ നിർത്തിയതേ 1-2 കാര്യങ്ങൾ പറയാനാ. എന്താ സാവിത്രി? നോക്ക്, സ്കൂട്ടർ പഠിപ്പിക്കലുകാരെ ഇത്ര നേരായിട്ട് വന്നൊന്ന് നോക്കി. അത് സ്കൂട്ടർ പഠിപ്പിക്കല്ലേ? പഠിപ്പിക്കുക. നിങ്ങൾ ഇത്രയ്ക്കങ്ങ് വെട്ടിയാവല്ലേ. സ്വയം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വെച്ചാ ഞാൻ കുത്തും കോളും മുള്ളും മുനയും ഒക്കെ വെച്ച് നിങ്ങളോട് സംസാരിച്ചത്. മനസ്സിലാക്കാത്തതുകൊണ്ടാ പച്ചയായിട്ട് ഞാൻ ഈ കാര്യം പറയാൻ പോവാ. ആ മാധുരി നിങ്ങളുടെ ഭർത്താവായ എന്റെ ഏട്ടനെ കറക്കിയെടുക്കും. സൂക്ഷിച്ചോ, അതിനുള്ള പുറപ്പാടാവള്. സാവിത്രി വെറുതെ തെറ്റിദ്ധരിക്കുന്നതാ. എനിക്കൊരു തെറ്റിദ്ധാരണയും ഇല്ല. ഞാൻ പറയുന്നത് സത്യം. സാവിത്രിക്ക് അറിയില്ലേ, അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ മാധുരി. അവൾക്ക് ഒരേട്ടനെ പോലെയാ ജയേട്ടൻ. ഏട്ടൻ പാവയ്ക്കായും പാലും വെള്ളവും മാത്രം കുടിക്കുന്ന ഒരു ശുദ്ധ പാവത്തെ പോലെ സംസാരിക്കല്ലേ ഏട്ടത്തി. അതെ, നിങ്ങൾ ഇങ്ങനെ അന്ധമായിട്ട് ആരും വിശ്വസിക്കരുത്. മാധുരിയേക്കാളേറെ എനിക്ക് എന്റെ ജയേട്ടന് വിശ്വാസാ സാവിത്രി. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. സാവിത്രി വാ. നിക്ക്. അതെ, അവര് വന്നിട്ട് പോവാം. കാണ്, പാടാത്ത പൈങ്കിളിയും പാടാൻ കൊതിക്കുന്ന പൂങ്കുയിലും. അവളുടെ തോളത്താ ഏട്ടൻ കൈവച്ചിരിക്കുന്നത്. നാണക്കേട് കൊണ്ട് ഞാൻ പാതാളത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുക. എന്തൊരു തോന്നിയാസം ഇത്. ഈ ഏട്ടന് ഇങ്ങനെ പെൺകൊന്തനായി പോയല്ലോ. ഇതേ അമ്മ കാണാത്തത് നന്നായി. അമ്മ കണ്ടിരുന്നെങ്കിലേ ഇപ്പൊ ഇവിടെ ആടി പൊട്ടിയേനെ. അവളെ എന്റെ നാത്തൂന ചീഞ്ഞ കവളം മടലിന് അടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.